ഹായ് എവരിവൺ. സോ ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പി ടിയിൽ പുതിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഞാൻ അതിനെക്കുറിച്ച് ഒരു 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്, നമ്മൾ ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാൻ പറ്റുമോ, റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അതിനൊരു ആൻസറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷന് നല്ലൊരു സ്കോർ എടുക്കാം. കാരണം നമ്മൾ ഇത്രയും നാളും സിംഗിൾ സ്പീക്കറെ വെച്ച് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ 3 സ്പീക്കേഴ്സിനെ വെച്ചിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. സോ ഒബ്വിയസ്ലി സ്റ്റുഡൻസ് ആർ മച്ച് വറീഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു സ്ട്രാറ്റജി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടിട്ട് നിങ്ങൾ അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. whether we can be able to use templates or not, അതല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഫ്രേസസ് ഉണ്ടോ, വേർഡ്സ് ഉണ്ടോ യൂസ് ചെയ്യാൻ, ഇതെങ്ങനെ ചെയ്യും. ഇതിപ്പോൾ ഞാൻ വീഡിയോയോ അല്ലെങ്കിൽ ഓഡിയോ അങ്ങനെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ഇവിടെ എക്സാമ്പിൾസ് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. സോ അഗൈൻ ഐ വിൽ ബി വിത്ത് അനദർ വീഡിയോ ഷോയിങ് യു ഹൗ ടു അപ്രോച്ച് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരാം. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് 2 വീക്സിൽ ഒരുപാട് പിള്ളേർ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു സ്ട്രാറ്റജീസ് നമ്മളതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക. അപ്പോൾ അതിന് മുമ്പേ ഒരു കാര്യം കൂടിയുണ്ട്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള കുഞ്ഞു വീഡിയോസും ടോപ്പിക്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് മോർ ഓവർ യു വിൽ ഗെറ്റ് എക്സസൈസസ് ആസ് വെൽ വിച്ച് യു ക്യാൻ ഡു ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസേഴ്സ് ആസ് വെൽ. അപ്പോൾ ഓർക്കുക, നിങ്ങൾ ഇത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഡെഫിനറ്റ്ലി യുവർ സ്കോർസ് വിൽ ഇംപ്രൂവ്. പക്ഷേ ഒരു കാര്യം മറക്കണ്ട, നമ്മുടെ പി ടിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലറെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീസെൻറ്റ് അപ്ഡേറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പോർട്ടലിൽ ക്ലാസ്സസിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ലാബ് ഉണ്ട്, ഇനിയിപ്പോൾ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് യുവർ പോർട്ടൽ ആക്സസ്, യു വിൽ ഗെറ്റ് ദ ആക്സസ് and you can do it from your home itself. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സോ now we are going to discuss summarize group discussion in PTE, easy steps to high scores. അപ്പോൾ നമ്മൾ ഈയിടെയായിട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ എവിടെ തിരിഞ്ഞാലും ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ട്. പക്ഷേ ഞാനതെങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളുക, എന്താണ് ഈ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പം നമ്മൾ റീറ്റെൽ ലെക്ചർ ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ്. ഇൻ റീറ്റെൽ ലെക്ചർ വി ഹാവ് ഓൺലി 1 സ്പീക്കർ. പക്ഷേ ചെറിയൊരു കിച്ച്കിച്ചുണ്ട്. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് വരുമ്പോൾ ഹിയർ വി ഹാവ് 3 പീപ്പിൾ. ആൻഡ് ജനറലി ഇതൊരു ക്യാമ്പസ് ബേസ്ഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ അക്കാഡമിക് ബേസ്ഡ് ഉള്ള കോൺവെർസേഷൻസ് ആയിരിക്കും ഇവിടെ കൂടുതലും നമുക്ക് കിട്ടുക. സമ്മറൈസ് ദ ഡിസ്കഷൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ 3 പേരുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ എത്ര മിനിറ്റ് ഉണ്ടാവും? ഓൾമോസ്റ്റ് ഒരു 3 minutes ഉണ്ടാകും. അത് 2 minutes 50 secondsനോ 30 secondsനോ മുകളിലോട്ടായിരിക്കും വരുന്നത്. അത് കുറവ് എന്തായാലും വരത്തില്ല. ഓൾമോസ്റ്റ് 3 minutes. ആൻഡ് ഹിയർ യു ഹാവ് 10 seconds പ്രിപ്പറേഷൻ ടൈം ആൻഡ് യു നീഡ് ടു സമ്മറൈസ് ദി ഐഡിയാസ് ബേസ്ഡ് ഓൺ വാട്ട് സ്പീക്കർ സെഡ് ഫോർ ഓൾമോസ്റ്റ് 2 minutes. ഓർക്കുക, 2 minute ആണ് നിങ്ങളിത് സംസാരിക്കേണ്ടത്, 40 second അല്ല. ഇനി നമുക്ക് ആകെ പ്രിപ്പറേഷൻ ടൈം 10 second ഉള്ളൂ. വറീഡ് ആകണ്ട. It is very easy if you follow appropriate strategies. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ 3 സ്പീക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നല്ല തറോ ആവും. സെക്കൻഡ് വൺ, ഒരു യൂണിവേഴ്സിറ്റി കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ ഇറ്റ് ക്യാൻ ബി അബൌട്ട് അസൈൻമെൻറ്റ്സ്, ഇറ്റ് ക്യാൻ ബി അബൌട്ട് ലെക്ചേഴ്സ്, ഇറ്റ് ക്യാൻ ബി അബൌട്ട് ഹോസ്റ്റൽ ഇൻകൺവീനിയൻസസ് ഓർ ലാക്ക് ഓഫ് ഫെസിലിറ്റീസ്. ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് വരിക. തേർഡ് വൺ, സ്റ്റുഡൻസ് ഓർ പ്രൊഫസേഴ്സ് ഓർ അഡ്മിൻ സ്റ്റാഫ്. അപ്പം ഇവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ആയിരിക്കും അവിടെ വരിക. മിക്കവാറും സ്റ്റുഡൻസ് ആയിരിക്കും, ചിലപ്പം ബിറ്റ്വീൻ സ്റ്റുഡൻറ്റ് ആൻഡ് പ്രൊഫസർ. ദെൻ ജെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കണ്ടേ. സോ 2 males plus female or 2 females plus male. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ജെൻഡർ വൈസ് നമുക്ക് സ്പീക്കേഴ്സിനെ കിട്ടുക. ദെൻ ആക്സൻസ് വേരി ആവും. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് പി ടിയിൽ ജനറലി ദേ യൂസ് ഓസ്ട്രേലിയൻ ആക്സെൻറ്റ്, US ആക്സെൻറ്റ്, UK ആക്സെൻറ്റ് ആൻഡ് ഈവൻ ന്യൂസിലാൻഡ് ആക്സെൻറ്റ് ആസ് വെൽ. അപ്പം ഡിഫറെൻറ്റ് ആക്സൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വി ഡോണ്ട് നോ വിച്ച് കൈൻഡ് ഓഫ് ആക്സെൻറ്റ് ടു ബി ഗെറ്റ് ഇറ്റ്. ആൻഡ് ദെൻ സ്പീക്കർ 1, 2, 3 ഇങ്ങനെ ഒരു ഓർഡർ ആയിരിക്കില്ല, ചിലപ്പോൾ ഷഫിൾഡ് ഓർഡറും വരാം. ബട്ട് യു മസ്റ്റ് ബി ഏബിൾ ടു റെക്കഗ്നൈസ് സ്പീക്കേഴ്സ് ടോൺ ആൻഡ് യു ഷുഡ് understand who said what. And then ഓരോ സ്പീക്കറും 2 or 3 ടേൺ സംസാരിക്കാം. So what you have to do, you have to prepare notes
for your ideas. Then academic in nature. നമ്മുടെ സ്പീക്കേഴ്സ് പറയുന്നതൊക്കെ ഒരു അക്കാഡമിക് നേച്ചർ. ഞാൻ ആദ്യമേ പറഞ്ഞു യൂണിവേഴ്സിറ്റി റിലേറ്റഡ് കോണ്ടെക്സ്റ്റ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് അക്കാഡമിക് ബേസ്ഡ്. പിന്നെയോ ഇതിനകത്ത് ഇപ്പോൾ സ്റ്റുഡൻസ് ഡിസ്കസ് ചെയ്യും, ലെക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ദെൻ അവർ ചാലഞ്ചസ്, എന്തൊക്കെ ചാലഞ്ചസ് ആണ് കോഴ്സിൽ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ലൈക്ക് difficulties with assignments, yes, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കോർഡിനേഷൻ, സ്റ്റഡി സ്ട്രാറ്റജീസ്, ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ്, ഇങ്ങനെ പല ടോപ്പിക്സ് അക്കാഡമിക് റിലേറ്റഡ് എന്ത് ടോപ്പിക്സ് വേണമെങ്കിലും നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ കീ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത്? First of all, content is the key to high score. അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് റെസ്പോണ്ട് ടു എ സിറ്റുവേഷനും സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനും നമ്മുടെ കോണ്ടന്റ് സ്കോറിംഗ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ആ 6 നമുക്ക് കിട്ടണമെങ്കിൽ യു ഷുഡ് കവർ അപ്പ് ഓൾ ദ കീ പോയിന്റ്സ് വാട്ട് ദ സ്പീക്കേഴ്സ് സെഡ് ആൻഡ് ദെൻ പ്രൊവൈഡ് ആസ് മച്ച് ഡീറ്റെയിൽസ് ആസ് പോസിബിൾ. സ്പീക്കേഴ്സ് എന്തൊക്കെ പറഞ്ഞു ആ മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങൾ നോട്ട് ടേക്കിങ്ങിൽ സൂചിപ്പിക്കുക. സോ അവരെന്ത് പറഞ്ഞു, അവരെന്ത് ചിന്തിക്കുന്നു, അവരുടെ ഫീലിംഗ് എന്താ. സോ നോട്ട് ഡൗൺ ഓൾ ദീസ് തിങ്സ് ഇൻ ഷോർട്ട് ആൻഡ് ബ്രീഫ് മാനർ. ദെൻ എൻഷുർ യുവർ റെസ്പോൺസ് ഇസ് ഒറിജിനൽ. സോ മെമ്മറൈസ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. മേക്ക് ഷുവർ ദാറ്റ് യു ആർ യൂസിങ് യുവർ ഒറിജിനൽ റെസ്പോൺസ് ഇറ്റ് സെൽഫ്. ആൻഡ് ദെൻ വെറൈറ്റി ഓഫ് എക്സ്പ്രഷൻ. സോ നിങ്ങളുടെ ടോൺ, നിങ്ങൾക്ക് എക്സ്പ്രഷൻ ഫ്രേസസ് യൂസ് ചെയ്യാം. ആൻഡ് ദെൻ കണക്ട് യുവർ ഐഡിയസ് സ്മൂത്ത്ലി. സോ നമുക്ക് ട്രാൻസിഷൻ വേർഡ്സ് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ് നമ്മൾ ട്രാൻസിഷൻ വേർഡ്സ് എന്ന് പറയുന്നത്? നമ്മുടെ കണക്ടേഴ്സിനെ തന്നെയാണ്. ഹൗവർ, ആസ് എ റിസൾട്ട്, ഓൺ ദി അതർ ഹാൻഡ്, ഇങ്ങനെയുള്ള ഹാവിങ് സെഡ് ദാറ്റ്. സോ ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ദെൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. ദെൻ സ്പീക്കേഴ്സ് പറയുന്നതിനെ നമ്മൾ മിസ്കോൺസെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മാറ്റി പറയാതിരിക്കുക. ടോപ്പിക്ക് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദെൻ ഓൺലി വി ഷുഡ് ഡിസ്കസ് ഇറ്റ്. And then summarize all 3 speakers' point of view to get full marks for content. 3 സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ 3 സ്പീക്കേഴ്സിൻ്റെ കോണ്ടന്റ് നമ്മൾ കവർ ചെയ്യുക. ഏതെങ്കിലും ഒരു സ്പീക്കറിനെ വിട്ടുപോയാൽ ഡെഫിനറ്റ്ലി യു വിൽ നോട്ട് ഗെറ്റ് ഫുൾ മാർക്സ് ഫോർ യുവർ കോണ്ടന്റ് ദെയർ. അപ്പോൾ കീ സ്ട്രാറ്റജീസ് മനസ്സിലായിട്ടുണ്ടാകും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എങ്ങനെ നോട്ട് ടേക്കിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ടേക്കിംഗ് എല്ലാവർക്കും അറിയാം. നമ്മൾ കൂടുതലായിട്ടും എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യും, ചിലർ സ്ക്രിബിൾ ചെയ്യും, ചിലർ എന്താ പറയുക അബ്രീവിയേഷൻസ് യൂസ് ചെയ്യും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കൺവീനിയൻസ്. നമുക്ക് ഇന്നത് തന്നെ ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾക്ക് നോട്ട് ടേക്കിംഗ് എങ്ങനെ എഴുതിയെടുക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് ജോട്ട് ഡൗൺ ദ ടോപ്പിക്. കാരണം നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് വാട്ട് ദ സ്പീക്കേഴ്സ് ഡിസ്കസ് ദെയർ, അല്ലെങ്കിൽ വാട്ട് ആർ ദേ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്. അപ്പോൾ ആ ടോപ്പിക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നോട്ട് ഡൗൺ കീ വേർഡ്സ് ഓർ ഫ്രേസസ്. നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്ന കീ വേർഡ്സ് എന്തൊക്കെയാണ് നിങ്ങളത് എഴുതി വെക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു വാട്ട് ദേ തിങ്ക്, വാട്ട് ദേ സേ, വാട്ട് ദേ ഫീൽ, ഓൾ ദീസ് തിങ്സ് മസ്റ്റ് ബി കവേർഡ്. ആൻഡ് അബ്രീവിയേഷൻസോ സിമ്പിൾസോ ഷോർട്ട് ഫോംസോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് വിൽ ബി it will be sufficient enough to get a full score. ഇനി നമുക്ക് എങ്ങനെ നോട്ട് ടേക്കിംഗ് സ്ട്രാറ്റജി, ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് നമ്മൾ എങ്ങനെ നോട്ട് ടേക്കിംഗ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നോട്ട്സ് സമ്മറൈസ് ചെയ്യാൻ പറ്റും. സ്പീക്കർ 1, സ്പീക്കർ 2, സ്പീക്കർ 3 ആൻഡ് ടോപ്പിക്. സോ നമ്മൾ പിയേഴ്സൺ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് ആണിത്. ആദ്യം നിങ്ങൾ എന്താണ് ടോപ്പിക് എന്നുള്ളത് എഴുതുക, അത് കഴിഞ്ഞ് നമ്മൾ സ്പീക്കർ ഓരോരുത്തർ പറയുന്നു. അപ്പോൾ നിങ്ങൾ S1, S2, S3 എന്നിട്ടിട്ട് ഇൻ ഷോർട്ട് ആയിട്ടിട്ട് അതിനിടയ്ക്ക് സ്പേസ് വിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ്സ് എഴുതാം. ഹിയർ യു ക്യാൻ സി ഐ ജോട്ട് ഡൗൺ few words here: concerns about load, no consistency, then complain, length, computer crash. So ഇങ്ങനെ കുറച്ച് വേർഡ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ യുവർ ഓഡിയോ യു ക്യാൻ ജോട്ട് ഡൗൺ ദ വേർഡ്സ് ലൈക്ക് ദിസ്. അപ്പോൾ സ്പീക്കർ 1 എന്ത് പറഞ്ഞു, സ്പീക്കർ 2 എന്ത് പറഞ്ഞു, സ്പീക്കർ 3 എന്ത് പറഞ്ഞു. അക്കോർഡിംഗ്ലി യു ക്യാൻ ഡെവലപ്പ് യുവർ പോയിന്റ്സ് ടു സ്പീക്ക്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. സോ ദിസ് ഈസ് അനദർ മെത്തേഡ്. നിങ്ങൾക്ക് കോളം, ഇതിപ്പോൾ ഞാൻ ടേബിളിൽ റോസ് ആൻഡ് കോളംസ് ഒക്കെ വരച്ചിട്ടുണ്ട്, അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു 3 കോളം വരയ്ക്കുക, S1, S2, S3. കാരണം ഇവർ ഒരിക്കലും ഓർഡറിലായിരിക്കില്ല പറയുന്നത്, ചിലപ്പോൾ ഓർഡറിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കോളം അനുസരിച്ച് നിങ്ങൾക്ക് ജോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും.
ഇങ്ങനെയാണ് നമ്മൾ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ നോട്ട് ടേക്കിംഗ് പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യും, ഇപ്പോൾ സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് നിങ്ങൾ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യേണ്ടത്, എങ്ങനെ നോട്ട് ടേക്കിംഗ്, എന്തൊക്കെ നിങ്ങൾ പ്രോസസ്സ് ചെയ്യണം, എന്തൊക്കെ നിങ്ങൾ തിങ്ക് ചെയ്യണം. സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ആൻ ഐഡിയ ഹൗ ടു അപ്രോച്ച് ആൻഡ് വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് വി നീഡ് ടു അറ്റംപ്റ്റ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇനി അത് ചെയ്ത് കാണിച്ച ഒരു പ്രാക്ടീസ് വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. സോ കീപ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, വെദർ ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ ഓർ നോട്ട്, എന്നിട്ട് തന്നെ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു സോ മച്ച്.